ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഹാപ്പി ഓണം. ഇത് ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം രാവിലെ പത്രം വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും മഴ അന്ന് കുറവുണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് വരെ ഭയങ്കര മഴയായിരുന്നേ. തിരുവോണത്തിൻ്റെ അന്ന് എന്തായാലും മഴ കുറവുണ്ടായിരുന്നു കേട്ടോ. ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അകത്ത് വന്ന് നോക്കിയപ്പോൾ ഞാൻ അപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പൊങ്ങിച്ചടിക്കുളമായി ഗൈസ്. അതെല്ലാം പിന്നെ ക്ലീനാക്കി. എപ്പോഴും ഞാനിങ്ങനെ അരച്ച് വെച്ചിങ്ങനെ തന്നെയാണ് ഈസ്റ്റ് ഇട്ടിട്ടാട്ടോ ആക്കിയത്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഇടാം കേട്ടോ. സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അതെല്ലാം ഒന്ന് തട്ടിക്കൂട്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പൊങ്ങി വന്ന് ഇളക്കി കഴിഞ്ഞപ്പോൾ ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഓണം ഇല്ല കേട്ടോ. ഇവിടുത്തെ പപ്പയുടെ അമ്മ മരിച്ചിട്ട് 1 മാസമായുള്ളൂ. പപ്പ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അമ്മ മരിച്ചിട്ട് 1 മാസമായുള്ളൂ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഓണം ഇല്ല. അങ്ങനെ ഞങ്ങൾ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ചായ വെച്ചിട്ടോ. ചായ വെച്ച് കുടിച്ചു. പിന്നെ കുഞ്ഞിന് കുറച്ച് പാല് വെച്ചു. അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ പാല് കൊടുക്കുവേ. അപ്പോൾ അത് തിളപ്പിക്കാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ കുടിക്കാൻ വെള്ളം വെക്കും കേട്ടോ. കലത്തിൽ 2 കലത്തിൽ വേണം ഞങ്ങൾക്ക് വെള്ളം. അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ചു. അപ്പോൾ ഞാനത് കറണ്ട് അടുപ്പിലാണ് വെക്കുന്നത്, അതും ചോറും കൂടെ. അപ്പം ചോറിന് വെള്ളം വെക്കാൻ നോക്കിയപ്പോഴത്തേനും പാലവിടെ തിളച്ച് പോയി. പാകത്തിന് ചാടിയില്ല. അത് കഴിഞ്ഞ് ചോറിന് വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ. കറണ്ട് അടുപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. തിരുവോണത്തിൻ്റെ അന്ന് സാധാരണ ഞാൻ നേരത്തെ എഴുന്നേക്കോട്ടെ. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും രാവിലെ. എന്നിട്ട് എല്ലാ ഐറ്റംസ് ആക്കണമല്ലോ. ഈ പ്രാവശ്യം ഓണം ഇല്ലാത്തത് കൊണ്ട് ലേറ്റായിട്ടാട്ടോ എഴുന്നേറ്റത്. ഒരു 6:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. അങ്ങനെ പിന്നെ കുഞ്ഞ് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. പിന്നെ ചേട്ടായി പോകാനായി. ചേട്ടായിക്ക് ചായ എല്ലാം കൊടുത്തു. പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചു. അങ്ങനെ അരിയെല്ലാം കഴുകിയിട്ട് പിന്നെ ഞാൻ വെജിറ്റബിൾ സ്റ്റൂ കറി ആട്ടോ ആക്കുന്നത്. അപ്പവും വെജിറ്റബിൾ സ്റ്റൂ കറി ആട്ടോ ആക്കുന്നത്. അപ്പോൾ അതാക്കുവാണ്. പിന്നെ ഞാൻ അരി കുറച്ചേ ഇട്ടുള്ളൂ. ചോറ് കുറച്ച് മതി. പിന്നെ കപ്പയും കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആക്കാമെന്ന് വിചാരിച്ചു. സദ്യ ആക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഞാൻ ആക്കിക്കൊണ്ടുണ്ട്. സ്റ്റൂ കറി അപ്പുറേ വെന്തോണ്ടുണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും എഴുന്നേറ്റ് കേട്ടോ. കുഞ്ഞും എഴുന്നേറ്റു. അവനെയും കുളിപ്പിച്ചു. പിന്നെ ഞാനും മമ്മിയും കുഞ്ഞും കൂടെ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പോയി. 11:15 സമയം അത്രയായി കേട്ടോ. അപ്പോൾ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് തൊഴുതു വന്നിട്ടോ. അത് കഴിഞ്ഞ് ചേട്ടയുടെ ഫ്രണ്ട് വിളിച്ചിട്ടോ. അങ്ങോട്ട് വാ, നിങ്ങൾക്ക് ഓണം ഇല്ലല്ലോ, അവിടെ കൂടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ 3 മണി ായി അവിടുന്ന് വന്നപ്പോൾ കേട്ടോ. അതിന് വന്ന് കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. പിന്നെ രാത്രിയിലേക്ക് ഞങ്ങൾ ചിക്കൻ കറി ആക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ പോയി. പിന്നെ കപ്പയാക്കി. പിന്നെ ഞാൻ പഴം കൊണ്ട് ഒരു അടപ്രഥമനും ആക്കി. അപ്പോൾ ഓണം ദിവസത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.